വാർത്ത കണ്ടോ? പുഴയിൽ ഒരു അജ്ഞാത ജഡം ഒഴുകി വന്നു. ഇക്കരയിൽ നിന്നും അക്കരയിലേക്കും അക്കരയിൽ നിന്നും ഇക്കരയിലേക്കും അതിനെ പോലീസ് തട്ടിക്കളിക്കുന്നു. ജഡം ഇപ്പോഴും അന്തവും കുന്തവും ഇല്ലാതെ പുഴയിൽ തന്നെ അവശേഷിക്കുന്നു. അയ്യോ കഷ്ടം. അതിന് നിനക്കെന്നാടി? എന്നാലും മരിച്ചു കഴിഞ്ഞിട്ടും അതിനൊരു തീരുമാനം ഇല്ലല്ലോ. അത് ഓർത്തിട്ട് എനിക്ക് സങ്കടം തോന്നുന്നു. ഓ, എങ്ങാണ്ട് ഒരു ജഡം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കണ കണ്ടിട്ടാ നിനക്ക് ഇത്ര വിഷമം? ഇവിടെ ജീവനോടെ ഇരിക്കുന്ന എന്നെ 24 മണിക്കൂർ തട്ടിക്കളിക്കുക, അതിനൊരു വിഷമമില്ല. എന്റെ പണിക്കരേട്ട, ഈ പോലീസുകാർക്ക് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാലെന്താ? അല്ലെങ്കിൽ ഈ പോലീസുകാരുടെ കാര്യം പറയാതിരിക്കുന്നത് നല്ലത്. ഒരു പുഴയിലൂടെ ജഡം ഒഴുകി വന്നാൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടെ. എടി, എങ്ങാണ്ടും ചത്ത ഒരു ഡെഡ് ബോഡി എടുത്ത് കരയിലോട്ട് പോലീസുകാരിട്ടിട്ട് പോലീസുകാർ 24 മണിക്കൂർ അതിന് കാവലിൽ നിൽക്കാന്ന് പറഞ്ഞാൽ പോലീസുകാർക്ക് എന്താ തലക്ക് വട്ടുണ്ടോ? പോലീസുകാരുടെ വഴിക്ക് പോകണം, ജഡം ജഡത്തിന്റെ വഴിക്ക് പോകും. അതാണ് അതിന്റെ ഒരു വഴി. എന്നെ പണിക്കരേട്ട, ഈ പോലീസുകാർക്ക് ഈ നാടിനോട് കുറച്ച് ഉത്തരവാദിത്വവും കടമയും കടപ്പാടും ഒക്കെ ഉണ്ട്. വെറുതെ ആണോ ലാത്തിയും തൊപ്പി യൂണിഫോമും ഒക്കെ കൊടുക്കുന്നത്? മാസാമാസം കൃത്യമായിട്ട് ശമ്പളം കൊടുക്കുന്നില്ലേ? ഈ ശമ്പളത്തിന്റെ കാര്യമൊന്നും അധികം പറയണ്ട. ഈ എണ്ണിച്ചുട്ടപ്പ പോലുള്ള ശമ്പളം കിട്ടിയാൽ പോലീസുകാർക്ക് എന്നാത്തിന് തികയാനാ? എടി, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒരു പള്ളി പെരുന്നാൾ വന്നാൽ അതിന് പോലീസ് പോയി കാവൽ നിൽക്കണം. അമ്പലത്തിൽ ഉത്സവം വന്നോർത്തോ അതിനും പോലീസുകാർ പോയി കാവൽ നിൽക്കണ്ടേ? എന്തിനധികം പറയുന്നു? വാജ്പേയി വന്നാലും ഇവര് കാവൽ നിൽക്കണം, സോണിയാഗാന്ധി വന്നാലും ഇവര് പോയി കാവൽ നിൽക്കണം. ഇനി വാജ്പേയി വന്നാലും പോയാലും ഇനി സോണിയാഗാന്ധിയും വാജ്പേയിയും ഒരുമിച്ച് വന്നാലും ഇവര് തന്നെ പോയി കാവൽ നിൽക്കണ്ടേ? ഇനി ഇതിനിടയ്ക്ക് ഒരാൾ തൂങ്ങി മരിച്ചാലും ഒരാൾ റെയിൽവേക്ക് തല വെച്ചാലും പോലീസ് കാവൽ നിൽക്കണം. എന്തിനധികം പറയുന്നു? ഒരാനക്ക് മതവിളകി എന്ന് പറഞ്ഞാലും പോലീസുകാർ പോയി കാവൽ നിൽക്കണം. എന്റെ പണിക്കരേട്ട, ഇതൊക്കെ പോലീസുകാരുടെ കടമയിൽ പെടുന്നതല്ലേ? എടി, ഈ നാട്ടിലെ പോലീസുകാരുടെ വില നിനക്ക് മനസ്സിലാവൂല. ഇവിടെ പോലീസുകാരില്ലായിരുന്നെങ്കിൽ നിനക്ക് കാണാമായിരുന്നു. പിടിച്ചുപറിയും കൈക്കൂലിയും ഗുണ്ടായിസും ഒന്നും ഈ നാട്ടിൽ ഉണ്ടാവില്ലായിരുന്നു. ഈ പോലീസുകാർ കൈക്കൂലി വാങ്ങുന്നതിന്റെ മുഖ്യ കാരണം നിനക്കറിയാമോ? കാലാനുകാലങ്ങളായിട്ട് നമ്മുടെ ഇവിടെ ഭരിച്ചു പോകുന്ന സർക്കാരിന്റെ നയങ്ങൾ കാരണമാണ്. നമ്മുടെ ഇപ്പൊ പോലീസുകാരന് കിട്ടുന്ന ശമ്പളം ഇരട്ടിയോ 4 ഇരട്ടിയോ ആക്കിയിരുന്നെങ്കിൽ അവർ സമ്പന്നരാകും. സമ്പന്നരായി കഴിയുമ്പോൾ മറ്റൊരു ധനികന്റെ മുമ്പിൽ അവർ പോയി തലയൊറഞ്ഞ് കിളിങ്ങി നിൽക്കേണ്ട കാര്യമില്ല. അവർ കൈക്കൂലി വാങ്ങത്തുമില്ല. അങ്ങനെയാണോ? പിന്നെ പോലീസുകാരുടെ സ്വഭാവത്തിൽ സ്വല്പം മാറ്റമൊക്കെ വരുത്തണം. സ്വഭാവത്തിൽ ഇനിയിപ്പോ എന്ത് മാറ്റം വരുത്താനാ? ഉദാഹരണത്തിന്, ഏതെങ്കിലും ഒരു കത്തിക്കുത്തോ കൊലപാതകമോ എവിടെയെങ്കിലും ഉണ്ടായെങ്കിൽ അതിന് സാക്ഷി പറയാൻ ഒരാൾ പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്നിരിക്കട്ടെ. അയാളോടുള്ള പോലീസുകാരുടെ സമീപനം ഉണ്ടല്ലോ, ഒരു ക്രിമിനോടുള്ള സമീപനമാണ്. അത് മാറ്റി പുള്ളിക്കൊരു VIP ട്രീറ്റ്മെന്റ് കൊടുക്കണം, പുള്ളിയെ ബഹുമാനിക്കണം. അപ്പോഴേക്കും എന്തെങ്കിലും കത്തിക്കുത്തോ കൊലപാതകമോ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ സാക്ഷി പറയാനായിട്ട് ആളുകൾ കയറി വരും. അപ്പോഴേക്കും നമ്മുടെ കേസുകളൊക്കെ പലതും തെളിയുകയും ചെയ്യും. അതുകൊണ്ടായിരിക്കും ഇപ്പൊ നടക്കുന്ന കേസുകൾ ഒന്നും തെളിയാത്തത്. എന്റെ പണിക്കിട്ടാ, ഇനി നല്ല കർശനമായ നിയമങ്ങൾ വരണം. ഈ കള്ളന്മാരെയും കൊള്ളക്കാരെയും പിടിച്ചുപറിക്കാരെയും ഗുണ്ടകളെയും പെൺമാണിമക്കാരെയൊക്കെ കണ്ടാലുണ്ടോ കല്ലിലെറിഞ്ഞ് ഓടിക്കണം. അങ്ങനെ നിയമങ്ങൾ വരണം. ഓ, അങ്ങനെ ഒരു നിയമം വന്നാൽ ബുദ്ധിമുട്ടാ കമലു. അതെന്താ? അതിന് മാത്രം കല്ല് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടോ കമലു?